തെക്കേ രാജ്യമായ യഹൂദയിൽ BC 835 മുതൽ 796 വരെ ഭരിച്ചിരുന്ന യോവാശ് രാജാവിൻ്റെ കാലത്ത് ഒരു വലിയ പറ്റം വെട്ടുക്കിളിയുടെ ആക്രമണമുണ്ടാകുകയും ദേശത്തിലെ വിളവുകളും സസ്യജാലങ്ങളും ആസകലം നശിച്ച് ജനം വലിയ ക്ഷാമത്തിൻ്റെ പിടിയിൽ അമരുകയും ചെയ്തു. ഈ സമയത്ത് യഹോവയുടെ പ്രവാചകനായിരുന്ന യോവേൽ ജനങ്ങൾക്ക് നൽകിയ ദൈവിക സന്ദേശമാണ് ഈ പ്രവചനത്തിലെ വിഷയം. യോവേൽ പ്രവചനം 2:13 പറഞ്ഞിരിക്കുന്ന വചനത്തിലും യഹോവയുടെ മഹാദയയിലും ആശ്രയിച്ചാൽ യഹോവ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുമെന്ന് പ്രവാചകൻ ജനത്തെ അറിയിക്കുന്നു. യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ട് അനുതാപത്തിനുള്ള ആഹ്വാനം നൽകുന്ന ഈ വേദഭാഗം ആത്മാവിൻ്റെ 4ാമത്തെ ഫലമായ ദീർഘക്ഷമയെപ്പറ്റി പഠിച്ച 171 എപ്പിസോഡിൽ ഈ ഭാഗം നാം ചിന്തിച്ചിരുന്നു. യഹോവയുടെ ദിവസത്തിലേക്ക് ഒരുങ്ങുന്നതിന് 1-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന വെട്ടുക്കിളി ബാധയും മറ്റു സാദൃശ്യങ്ങളും മുഖാന്തരമാകുന്നുവെങ്കിൽ 2-ാം അധ്യായത്തിലെ 1-2 ഖണ്ഡികകൾ സിയോനിൽ കാഹളമോതുവീനെന്ന ആഹ്വാനത്തോടുകൂടി ആരംഭിക്കുന്നു. ആദ്യത്തേത് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് അറിയിക്കുന്നതിനും 2-ാമത്തേത് ഉപവാസത്തിന് ജനത്തെ കൂട്ടിവരുത്തുവാനുമാണ്. വെട്ടുക്കിളി ബാധ ന്യായവിധിയുടെ മുന്നോടിയാണെന്ന് പ്രവാചകൻ വെളിപ്പെടുത്തുന്നു. യോവേൽ പ്രവചനം 2:12-ലും 13-ലും കാണുന്ന ഭാവി ഭയങ്കരമാണ്. എന്നാൽ വർത്തമാനകാലം തീരുമാനം ചെയ്യുന്നതിലും അനുതാപത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നതിനുമുള്ള കാലമാണ്. യഹോവയുമായുള്ള തകർന്നുപോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മാർഗം ഹൃദയപൂർവമായ അനുതാപം മാത്രമാകുന്നു. ആന്തരികമായ വ്യതിയാനമാണ് സാക്ഷാൽ അനുതാപത്തിൻ്റെ ലക്ഷണമെന്ന് പ്രവാചകൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. വെട്ടുക്കിളിയാകുന്ന ശത്രു നമ്മുടെ സംവത്സരങ്ങൾ നശിപ്പിച്ചു കളയാതെ യഹോവയുടെ ദിവസത്തിനായി കർത്താവിൻ്റെ വീണ്ടും വരവിനും ന്യായവിധിക്കുമായി നാം ഒരുങ്ങുവാൻ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം സത്യസന്ധമായി അനുദപിച്ചാൽ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള നമ്മുടെ ദൈവം അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും, നമ്മെ രക്ഷിക്കും. ആ രക്ഷ അനുഭവിക്കുവാൻ നാം യോഗ്യരാകട്ടെ. ഈ വചനഭാഗം അതിന് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ആമീൻ.